ഇതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളൂ അബൂഖുറൈ തങ്ങൾ. എല്ലാവർക്കും അറിയുന്ന കഥയാണ്. ആ മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് തന്നെയാണ് ഈ നാട് വലിയൊരു ഫിത്നകളൊന്നും ഇല്ലാതെ, മുജാഹിദോ ജമാഅത്തോ തുടങ്ങിയ കക്ഷികളൊന്നും ഇല്ലാതെ ഒരു പഴയ സുന്നത്ത് ജമാഅത്തിന്റെ നാടായി നിലനിൽക്കുന്നത് ആ സയ്യിദ് അവറുകളുടെ ബഹുമാനമാണ്. അതുപോലെ ഇവിടെ ഒരുപാട് നല്ല ആലിമീങ്ങളും ദർസ് നടത്തിയിട്ടുണ്ട്. ഞാനൊക്കെ എ പി ഉസ്താദിനടുത്ത് മങ്ങേട്ട് ഓതുമ്പോ കൈപ്പറ്റ എന്ന് പ്രസിദ്ധമായ ഒരു പണ്ഡിതൻ ഇവിടെ ദർസ് നടത്തിയിരുന്നു അക്കാലം. അങ്ങനെ മഹാന്മാരായ സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും നേതൃത്വത്തിൽ വളർന്ന ഒരു പ്രദേശമായതുകൊണ്ട് ഒരു ശാന്തമായ പ്രദേശമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ശാന്തമായ അന്തരീക്ഷം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും ഇവിടെ നിലനിർത്തി സുന്നത്ത് ജമാഅത്തിന്റെ പാന്താവിൽ ഈ മഹല്ലത്തിലെ മുഴുവൻ കുട്ടികളും പ്രായം ചെന്നവരും യുവാക്കളും ജീവിക്കാൻ അവസരമുണ്ടാക്കാൻ ഈ മഹല്ലത്തിന്റെ കാരണവന്മാരും സാധാരണക്കാരും ചെറുപ്പക്കാരും ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിജയം അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുന്നതിലാണെന്ന് മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല, നീട്ടി പറയുന്നില്ല. ഇസ്ലാമിലെ ഏറ്റവും വലിയ സംഭവമായിരുന്നു ഹുദൈബിയ കരാർ. ഇസ്ലാമിന്റെ ശത്രുക്കൾ അബൂജഹലിന്റെ കമ്പനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിൽ സമാധാനത്തോടെ ജീവിക്കണമെന്ന് ചിന്തിച്ച് ഒരു പൊട്ടലും ചീറ്റലും ഉണ്ടാകരുതെന്ന് മനസ്സിലാക്കി ഒരു കരാർ, പല കരാറും അല്ലാഹു റസൂലിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു സന്ധിയാണ്, കരാറാണ് ഹുദൈബിയ കരാർ. ഞാൻ ആ കരാറിനെ പറ്റിയും വിശദീകരിക്കുന്നില്ല. ആ കരാറിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ എതിർഭാഗത്ത് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ അബൂജഹലിന്റെ കമ്പനി, ആ വിഭാഗത്തിന് നേതൃത്വം വഹിച്ചത് സുഹൈൽ എന്നൊരു മനുഷ്യനായിരുന്നു. അന്ന് അദ്ദേഹം മുസ്ലിം അല്ല, പിന്നീട് അദ്ദേഹം മുസ്ലിമായിട്ടുണ്ട്. ആ പ്രമുഖനായ വ്യക്തി അല്ലാഹു റസൂലുമായി കരാർ എഴുതി. ഹുദൈബിയ കരാർ മൊത്തത്തിൽ കേട്ടിട്ടുണ്ടാകുന്നത് വിശദീകരിക്കാൻ ഇപ്പോ സമയമല്ല. പക്ഷേ മറുഭാഗത്തിന്റെ പ്രതിനിധി ഉദ്ദേശിച്ചതുപോലെ, അയാള് ആഗ്രഹിച്ചതുപോലെ കരാർ എഴുതാൻ അല്ലാഹുവിന്റെ റസൂല് അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് വലിയ വിട്ടുവീഴ്ച ചെയ്ത് കരാറൊക്കെ എഴുതി. മറുഭാഗത്തിന് വലിയ സന്തോഷമായി, അവരുദ്ദേശിച്ചതുപോലെ ആ കരാർ എഴുതാൻ കഴിഞ്ഞതിന്റെ പേരിൽ. പക്ഷേ ഈ കരാറിന് നേതൃത്വം നൽകിയ ശത്രുക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ സമീപത്ത് വന്ന് കരാർ എഴുതാൻ വന്ന മനുഷ്യൻ, അയാളെ മുഖത്ത് ഒരു മ്ലാനത. അയാൾ ഉദ്ദേശിച്ചതുപോലെ കരാർ മുഹമ്മദ് നബിയെ കൊണ്ട് എഴുതിപ്പിച്ചു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, കരാർ തുടങ്ങുമ്പോൾ അലി നബി താലിബാണ് കരാർ എഴുതുന്നത്. അലി നബി താലിബ് റളിയല്ലാഹു തആല അൻഹു എഴുതി മിൻ മുഹമ്മദ് റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബിയുമായുള്ള കരാർ മറുഭാഗവുമായിട്ട്. പക്ഷേ ഈ സുഹൈൽ എന്ന മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദ് റസൂലാന്ന് ഞങ്ങൾ അംഗീകരിക്കൂല, അതുകൊണ്ട് ആ റസൂൽ എന്നുള്ള അവിടുന്ന് വെട്ടണോ, മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതാൻ പാടുള്ളൂ. അബ്ദുള്ളന്റെ മകൻ മുഹമ്മദ്, ഒരു സാധാരണ മനുഷ്യൻ മുഹമ്മദ് എന്നല്ലാതെ റസൂൽ എന്ന് എഴുതാൻ പാടില്ല അറിഞ്ഞു. അലി നബി താലിബിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹി എന്ന് എഴുതിയത് വെട്ടാൻ അല്ലാഹു റസൂൽ അതും സമ്മതിച്ചു കൊടുത്തു. ആയിക്കോട്ടെ, എന്നാൽ വേണ്ടിയില്ല, കരാർ സന്ധി നടക്കട്ടെ. ഈ രീതിയിൽ ആ മനുഷ്യൻ ഉദ്ദേശിച്ചതുപോലെ കരാർ എഴുതിയിട്ട് അയാളെ മുഖത്ത് യാതൊരു സന്തോഷവുമില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ ശത്രുക്കൾ ചോദിച്ചു, എന്താ ഇത്രയും നല്ലൊരു കരാർ നമ്മൾ എഴുതിയുണ്ടാക്കി, നിങ്ങൾ അതിന് നേതൃത്വം നൽകി മുഹമ്മദ് നബിയെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷം കാണുന്നില്ലല്ലോ മുഖത്ത്. അപ്പൊ അയാൾ പറഞ്ഞൊരു വാക്കാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അയാൾ പറഞ്ഞു, നമ്മൾ എന്ത് കരാർ എഴുതിയാലും നമ്മൾ എന്തൊക്കെ ചെയ്താലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. എന്താണ് അതിന്റെ കാരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിമാര് മുഹമ്മദ് നബിനെ
ജീവനേക്കാൾ സ്നേഹിക്കുന്നവരാണ്. എത്രത്തോളം? റസൂലുള്ളാഹിന്റെ മുടിയല്ല, റസൂലുള്ളാഹിന്റെ കുപ്പായമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നു എടുത്ത വെള്ളം പോലും സത്യത്തിൽ അഴുക്കുകൾ കരുകുന്ന വെള്ളമല്ലേ ഒന്നു എടുക്കുമ്പോൾ ഉണ്ടാകുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ അഴുക്കില്ല എന്നേ ശരി. ആ ഒന്നു എടുത്ത വെള്ളം പോലും ആ ശിഷ്യന്മാർ വളരെ ബഹുമാനത്തോടെ കാണുകയും ആ വെള്ളമെടുത്തിട്ട് റസൂലുള്ളാഹിന്റെ അവയവം കെരുകിയ വെള്ളമെടുത്ത് ബർക്കത്തിന് വേണ്ടി ശരീരത്തിൽ പുരട്ടുകയും ചെയ്യുന്നവരാണ് ഇവര്. ആ രീതിയിൽ ബർക്കത്തെടുക്കുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരുമാണ്. അതുകൊണ്ട് ആ രീതിയിൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഒരു സമൂഹം ഈ ലോകത്ത് പരാജയപ്പെടുമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. ഖറാർ എത്ര നല്ലതായിരുന്നാലും നമ്മൾ അതിൽ 100% വിജയിച്ചിട്ടുണ്ടെങ്കിലും മുഹമ്മദ് നബിന്റെ മുമ്പിൽ നമുക്ക് പരാജയമല്ലാതെ മുഹമ്മദ് നബിക്കും അനുയായികൾക്കുമാണ് വിജയം. കാരണം മഹത്തുക്കളെ സ്നേഹിക്കുന്ന വിഷയത്തിൽ, അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ സ്നേഹിക്കുന്ന വിഷയത്തിൽ, ബഹുമാനിക്കുന്ന വിഷയത്തിൽ ആരം റസൂലുള്ളാഹിന്റെ ശരീരത്തിലെ ഒന്നുകൊടുത്ത വെള്ളം പോലും ഭൂമിയിൽ ഉറ്റാൻ അനുവദിക്കാതെ ബഹുമാനിക്കുന്നവരാണ് ആ സമൂഹം. അതുകൊണ്ട് ആ സമൂഹത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് സുഹൈൽ പറഞ്ഞുവെന്ന് മാത്രമല്ല, ആ സുഹൈൽ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം റസൂലുള്ളാഹിന്റെ അരികത്ത് വന്ന് അശ്ഹദു അല്ലാ ഇലാഹ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുസ്ലിമായി കഴിഞ്ഞു. അദ്ദേഹം പ്രഗത്ഭനായ സഹാബിയാണ്. ഞാൻ പറഞ്ഞു വന്നൊരു വാക്ക് നിങ്ങൾ ഓർക്കണം. ദീനിന്റെ വിജയം, ഈ സമൂഹത്തിന്റെ വിജയം, ഇസ്ലാമിന്റെ നിലനിൽപ്പ് അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുന്നതിലൂടെയാണ്. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയല്ല, റസൂലുള്ളാഹി ധരിച്ച ഷർട്ട് അല്ല, റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്നുണ്ടായ വിയർപ്പ് അല്ല. ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൽക്കാലം കൊണ്ടുവന്നൊരു വെള്ളം, ആ വെള്ളം കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഒതുർക്കുന്നു, അവിടുത്തെ കൈയും മുഖവും ഒക്കെ കഴുകുന്നു. അങ്ങനെ ഭൂമിയിലേക്ക് ഉറ്റുന്ന വെള്ളം അതിനെ ബഹുമാനിച്ചതുകൊണ്ട് ശത്രുക്കൾ വരെ മനസ്സിലാക്കി ഈ ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതാണ് സുന്നത്തുമായത്. അതാണ് ഈ ഖത്രബിന്റെ സ്വഭാവം. ബഹുമാനപ്പെട്ട തങ്ങളെ ഇവിടുത്തെ ചെറിയ മക്കൾക്ക് പോലും ഇപ്പോഴും അറിയാം. അബൂബക്കർ തങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാത്തവരാരാ? സത്യത്തിൽ അദ്ദേഹം ഈ നാട്ടുകാരനാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. എന്നിരുന്നാലും ആ തങ്ങളെ സയ്യിദിനെ ബഹുമാനിച്ചുകൊണ്ട് അവയെ നിർമ്മിച്ച പള്ളിയാണെന്ന ബോധത്തോടെ ആ ആദരവ് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ ജീവിക്കുമ്പോൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ ഉറച്ചു നിൽക്കാൻ കഴിയും. മറന്നുപോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാ. ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് പൂനൂരിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഷഅറേ മുബാറക്, ഷഅറേ മുബാറക് ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? പറ്റുകയില്ലേ? ഇപ്പോ എ പി ഉസ്താദിന്റെ കൈവശത്തില് ഷഅറേ മുബാറക് ഉണ്ട്. അതിന് ഒരുപാട് ഗുണങ്ങൾ വേറെയും ഉണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ചെയ്ത തൗഫീഖ്. അദ്ദേഹം സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന് വേണ്ടി ഒരുപാട് ഗുണങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകിയൊരു വ്യക്തിയാണ്. യാതൊരു സംശയവും അക്കാര്യത്തിൽ ഇല്ലല്ലോ. ഞാൻ എ പി ഉസ്താദിന്റെ അടുത്ത് ആദ്യമായി ഓതാൻ പോകുന്ന കാലത്ത് ഫത്ഹുൽ മുഈൻ മുതൽ ഞാൻ അവിടെ നിന്നാണ് ഓതിയത്. അന്ന് അദ്ദേഹം കേവലം ഒരു മുദർരിസ്, രാത്രി വഅളും പറയും, അങ്ങനത്തെ ഒരാളായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇന്ന് വളർന്നു. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അത്ഭുതങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അല്ലാഹു കൊടുത്ത തൗഫീഖാണ്. ഒരൊറ്റ ഉദാഹരണം നിങ്ങൾക്കൊക്കെ പരിചയമുള്ള മർക്കത്തു സഖാഫത്തു സുന്നിയ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര മുതഅല്ലിമീങ്ങളാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ പഠിക്കുന്ന, ഹദീസ് പഠിക്കുന്ന, ദീൻ പഠിക്കുന്ന എത്ര മുതഅല്ലിമീങ്ങളുണ്ട് അവിടെ. അവർക്ക് മുഴുവനും ഭക്ഷണം കൊടുത്ത് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് വലിയ പണ്ഡിതന്മാരാക്കി മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്ത തൗഫീഖല്ലേ. ഈ രീതിയിൽ ഒരു നേതാവിനും ഇന്ന് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ
അല്ലെങ്കിൽ ഒരു സാധാരണ പണ്ഡിതന് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി. അള്ളാഹു കൊടുത്തതാണ്. ആ തൗഫീക്ക് അനുസരിച്ചുകൊണ്ട് അദ്ദേഹം വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ സത്യത്തിൽ അദ്ദേഹത്തിന് ലോകത്ത് പല സ്ഥലങ്ങളിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഷാനുണ്ട്. ഞാൻ പഠിച്ച സ്ഥാപനമാണ് വെല്ലൂർ വാഖിയാത്ത് സ്വാലിഹാത്ത്, അവിടെയുണ്ട്. അതിന്റെ തൊട്ടടുത്ത് ലത്തീഫിയ എന്ന സ്ഥാപനമുണ്ട്, അവിടെയുണ്ട്. വേറെ പല സ്ഥലങ്ങളിലുമുണ്ട്. പക്ഷേ എ പി ഉസ്താദിന് കിട്ടിയ മുടി എവിടെ നിന്നെന്ന് ചോദിച്ചാൽ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്ത സമയത്ത് മുടി കളഞ്ഞപ്പോൾ ആ മുടി അല്ലാഹുവിന്റെ റസൂൽ നേരിട്ട് നൽകിയത് ഖദ്റജ് ഗോത്രത്തിന്റെ അന്നത്തെ തലവനായ അബൂ തൽഹ എന്ന പ്രമുഖനായ സഹാബിന്റെ കയ്യിലാണ്. ആ സഹാബിന്റെ പരമ്പരയിൽ ഇന്നുള്ള ഒരു ഖദ്റജിയാണ് എ പി ഉസ്താദിന് ആ മുടി കൊടുത്തത്. നിങ്ങൾ ചിന്തിച്ചോക്ക്, ബാക്കിയുള്ള സ്ഥലത്ത് ആ ഖദ്റജ് ഗോത്രത്തിൽ നേരിട്ട് കിട്ടിയതാണെന്ന് പറയാൻ കഴിയോ അല്ലേ? പരിശോധിക്കേണ്ടതാ. എ പി ഉസ്താദിന് അതേ അബൂ തൽഹന്റെ ഗോത്രം ആ ഖദ്റജ് കുടുംബത്തിലെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല അബൂ തൽഹ റളിയല്ലാഹു തആലയുടെ കയ്യിൽ അല്ലാഹുവിന്റെ റസൂൽ മുടി കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ അബൂ തൽഹനോട് പറഞ്ഞതാണ്, അവിടുത്തെ ഉപദേശമാണ്, റസൂലാണ് നിർദ്ദേശം. സിംബൈനന്നാസ്, ഈ മുടി ജനങ്ങളുടെ നിങ്ങൾ വിതരണം ചെയ്യണമെന്ന്. ജനങ്ങളുടെ നിങ്ങൾ വിതരണം ചെയ്യുന്ന റസൂലുള്ളാഹി അബൂ തൽഹ എന്ന ഖദ്റജ് ഗോത്രത്തിന്റെ തലവനായ അൻസ്വാരിയായ സഹാബിയോട് നിർദ്ദേശിച്ചതാണ്. ആ നിർദ്ദേശമനുസരിച്ചാണ് അബൂ തൽഹ റളിയല്ലാഹു തആല ഈ മുടി വിതരണം ചെയ്യുന്നത്. മുടി വേറെയും ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി കിട്ടിയിട്ടുണ്ട്. ഖാലിദ് റളിയല്ലാഹു തആലയെ പോലത്തെ പല സഹായിമാർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അബൂ തൽഹയോട് പ്രത്യേകം അല്ലാഹു റസൂൽ പറഞ്ഞു, ജനങ്ങൾക്ക് നിങ്ങൾ വിതരണം ചെയ്യണമെന്ന്. ആ റസൂലുള്ളാഹി കൊടുത്ത മുടി നേരിട്ട് അതിന്റെ ഇടയിൽ വേറെ യാതൊരു കയ്യും ഇല്ല. ഈ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല വാങ്ങി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ആരും റസൂലുള്ളാഹി നിർദ്ദേശിച്ചു ജനങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന്. അങ്ങനെ ആ അബൂ തൽഹ അന്ന് വിതരണം ചെയ്തു. ആ അബൂ തൽഹന്റെ കൈവശത്തിൽ അവശേഷിച്ചത് ആ കുടുംബത്തിൽ തന്നെ നിലനിന്നു. ഇന്ന് അക്കുടുംബത്തിന്റെ പ്രമുഖനായ വ്യക്തി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഖദ്റജ് കുടുംബത്തിന്റെ റഈസ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് ആ മുടി കൊടുത്തു. അപ്പൊ റസൂലുള്ളാഹി നേരിട്ട് മുടി ഏൽപ്പിച്ച ഒരു പിതാവിന്റെ സന്താന പരമ്പരയിൽ നിന്ന് മുടി വിതരണം ചെയ്യാൻ പ്രവാചകൻ നിർദ്ദേശിച്ച ഒരു പിതാവിന്റെ സന്താന പരമ്പരയിൽ നിന്ന് മഹാനായ എ പി ഉസ്താദിന് ആ മുടി കിട്ടിയെന്നത് എ പി ഉസ്താദിന്റെ സവിശേഷത തന്നെയാണ്. ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തും. മുടി എ പി ഉസ്താദിന്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോ മുസ്ലിമീങ്ങൾ അതിനെ ഏത് രൂപത്തിൽ സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈത്തമി തന്റെ പ്രസിദ്ധമായ ഫതാവൽ കുബ്രയിലൂടെ ആ സംഭവം വിശദീകരിച്ചു. ആരൊക്കെയോ എന്തൊക്കെയോ പ്രസംഗിച്ചു എന്ന് കേട്ടു. ഉസൂല് അങ്ങനെയാണ്, ഉസൂല് ഇങ്ങനെയാണ്, കിതാബിന്റെ ഇസ്തിലാഹ് അപ്പടിയാണ് ഇപ്പടിയാണ്. ആർക്കും തിരിയുന്നൊരു പദം, സാധാരണക്കാർക്ക് പോലും അറിയാവുന്നൊരു വാക്ക് ഇന്ദ ഷഖ്സിൻ. ആരംഭ റസൂലുള്ളാഹിന്റെ മുടി ഒരു വ്യക്തിന്റെ കയ്യിലാണുള്ളത് എന്ന നിങ്ങളറിയോ? ഇത് ഫതാവൽ കുബ്രന്റെ ഇവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ഇവർക്ക് എവിടെയോ അബദ്ധം പറ്റിപ്പോയതാ. ഫതാവൽ കുബ്രന്റെ ഇബ്നു ഹജറിന്റെ ഇബാറത്തല്ലത്. സാധുക്കൾ അങ്ങനെ മനസ്സിലാക്കിയത് ഇബ്നു ഹജറിന്റെ ഇബാറത്താണ്. അതുകൊണ്ട് ഇബ്നു ഹജറിന്റെ ഇസ്തിലാഹാണ്, അതാണ് ഇതാണൊക്കെ പറയുന്നത്. ഇത് ഇബ്നു ഹജർ പറഞ്ഞല്ല, ചോദ്യകർത്താവ് ഒരു സാധാരണയാണ്. നമ്മൾ സാധാരണക്കാർ ഇപ്പോൾ സമസ്തക്ക് ഫത്വ കമ്മിറ്റിയുണ്ട്. ഫത്വ കമ്മിറ്റിയിൽ ഫത്വ കൊടുക്കാറുള്ളത്, മറുപടി കൊടുക്കാറുള്ളത് വലിയ ആലിമികൾ തന്നെയാ. പക്ഷെ ചോദ്യം ചോദിക്കലാരാ? സാധാരണക്കാരനായ മനുഷ്യനാ. ഒരു സാധാരണക്കാരനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. മുഫ്തി പണ്ഡിതനാണ്, അയാൾക്ക് ഇസ്ലാഹും കാര്യങ്ങളൊക്കെ ഉണ്ട്. സായിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലാതെ സംശയമുള്ള ആർക്കും ചോദിക്കാവുന്നതാണ്. ഇപ്പോ ഇവിടെ ഒരു പണ്ഡിതൻ വന്നാൽ
പണ്ഡിതനോടായിരിക്കണം ചോദ്യം ചോദിക്കുന്നത്, മസാല അറിയാൻ. ചോദിക്കുന്നത് ആർക്കും ചോദിക്കാം, ഈ കൂടി ആർക്കും ചോദിക്കാം, ഈ യാതൊരു കഴിവും വേണ്ട. അപ്പൊ ഈ ചോദ്യത്തിന് മഹാനായ ഇബ്നു ഹജർ തങ്ങളല്ല വാക്ക്, ബ്രദറിന്റെ ഇബാറത്തല്ലത്, ഇബാറത്ത് ചോദ്യകർത്താവിൻ്റെതാണ്. ചോദ്യകർത്താവാണ് പറയുന്നത് സുഇല, അവിടെ തന്നെ സുഇലാന്നാ ചോദ്യം തുടങ്ങുന്നത്, സുഇലാന്നാ. ഫതാവൽ ഖുറ വിശ്വസിച്ച് നോക്ക് നിങ്ങൾ. ഫതാവൽ ഖുറയിൽ ആദ്യം തുടങ്ങുന്നത് സുഇല റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങളോട് ചോദിക്കപ്പെട്ടു. ആര്? ഇല്ല, ചോദിച്ച ആളില്ല. കാരണം ചോദിച്ചാൽ പ്രശ്നമല്ല, എന്തിനാണ് പ്രശ്നമാക്കുന്നത്? ചോദ്യങ്ങളെ പറ്റി ഒരാൾ ഡ്രസ്സുമില്ല. സുഇല സാധാരണ രീതിയിൽ ഇന്ന ആൾ ചോദിച്ചു എന്ന് പറയും. ആ പരാമർശം ഇവരെ ഉണ്ടായിട്ടില്ല. ഇബ്നു ഹജർ തങ്ങളോട് ചോദിക്കപ്പെട്ടു. ചോദ്യം ഇബ്നു ഹജറിന്റെതല്ല, ഇവരങ്ങനെ തെറ്റിദ്ധരിച്ചു. ഈ ചോദ്യം ഇബ്നു ഹജറിന്റെതാ. അതുകൊണ്ട് ഇബ്നു ഹജറിന്റെ വാക്കാണ്, തബരിയാണ്, ആനയാണ്, കുതിര എന്നതാ. ചോദ്യം ഇബ്നു ഹജറിനല്ല. ഇനിയെങ്കിലും നിങ്ങൾ അക്കാര്യം മനസ്സിലാക്കണം. ചോദ്യം ഇബ്നു ഹജറിനല്ല, ചോദ്യം ഇബ്നു ഹജറിന്റെ ഉദ്ധരണിയല്ല. ചോദ്യം ഒരു സാധാരണ മനുഷ്യന്റെ ചോദ്യമാണ്. ഫതാവൽ ഖുബറ ഇവിടെ നിങ്ങൾ ഫതാവൽ ഖുബറ മാത്രമൊന്നല്ല, ലോകത്ത് ഏത് ഫതാവ് എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ചോദിക്കുന്ന ആളൊരു സാധാരണക്കാരനായിരിക്കും. അയാളെ ഇസ്ലാഹിന്റെയോ പ്രശ്നങ്ങളോടോ ഒന്നും വരുന്നില്ല. ഇവിടെ തന്നെ ചോദ്യത്തിൽ സാധാരണ രീതിയിൽ ചോദ്യകർത്താവിന്റെ പേര് എഴുതാറുണ്ട്. ചിലപ്പോൾ ഇവിടെ ചോദ്യകർത്താവിന്റെ പേരുമില്ല. നമ്മുടെ സുന്നി വോയിസിലൊക്കെ ചോദ്യം വരുമ്പോ ചോദ്യകർത്താവിന്റെ പേരെങ്കിലും ഉണ്ടാകും. സുന്നത്ത് മാസികയിലേക്ക് ചോദ്യം വരുമ്പോ ചോദ്യകർത്താവിന്റെ പേരുണ്ടാകും. ഇവിടെ അതൊന്നുമില്ല, അവിടെ സുഇലാ ചോദ്യം. ഇബ്നു ഹജർ തങ്ങൾ ചോദിക്കപ്പെട്ടു. എന്നിട്ടോ ഇത് വാസ്തവത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ വന്നുപോയ അബദ്ധമാണ്. അല്ലാഹു തആല അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ടോ? ഇബ്നു ഹജറിന്റെ ഇബാറത്തല്ല, റംജിമാമിന്റെ ഉദ്ധരണിയല്ല, ഇമാം നവവിന്റെ ഉദ്ധരണിയല്ല, ചോദ്യകർത്താവിന്റെ വാക്ക. ചോദ്യകർത്താവിന്റെ വാക്ക് ആ രൂപത്തിൽ നമ്മൾ കാണണം. ചോദ്യകർത്താവ് സാധാരണ അയാൾക്ക് ആ മസാലയെ പറ്റി അറിയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അയാൾ ചോദിച്ചു, ഒരു മുടിയുണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു മനുഷ്യന്റെ കയ്യിൽ, ഒരു ഷഖ്സ്. പറഞ്ഞു, ഞാനതൊന്നും പറയില്ല, സക്കാഫിക്ക് സംസാരിക്കാൻ സമയം പോകും. ഒരു ഷഖ്സ് എന്ന് ജിബ്രീലിനെ പറ്റിയും പറയുന്നതാണ് ആരോ എന്ന് പറഞ്ഞത്. ഏതൊരാൾ അങ്ങനെ പറഞ്ഞു. ജിബ്രീലിനെ പറ്റി ഷഖ്സ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? ജിബ്രീൽ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നതൊരു മനുഷ്യന്റെ രൂപത്തിലായിരുന്നു. നിങ്ങൾ ആ ഹദീസ് ഒന്നും കൂടി പോയിട്ട് വായിച്ചു നോക്കാം. ആ ജിബ്രീൽ മലക്കിന്റെ പ്രഗൽഭനായ നേതാവിനല്ലേ? അദ്ദേഹം മനുഷ്യന്റെ രൂപത്തിലാണ്, നല്ല വസ്ത്രമണിഞ്ഞ, മുടിയൊക്കെ നന്നായി ചീകി വെച്ച ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് അദ്ദേഹം വന്നത്. അതുകൊണ്ടാണ് ചില റിവായത്തിൽ ആ ആളെപ്പറ്റി ഷഖ്സ് എന്ന് പറഞ്ഞത്. ഒരു വ്യക്തി, ഒരു വ്യക്തിന്റെ അരികത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു മുടിയുണ്ടെന്നാണ് ഈ ചോദ്യകർത്താവ് പറയുന്നത്. ചോദ്യകർത്താവ് പണ്ഡിതനല്ല, അയാൾ മുജ്തഹിദായ ഇമാമല്ല, അയാൾ പ്രഗൽഭനായ സഹാബിയല്ല. ഒരു സുഇല, ആരാണ് അഡ്രസ് പോലും അവിടെ പറഞ്ഞിട്ടില്ല. സുന്നി വോയിസ് എടുത്തോക്ക് നിങ്ങൾ. സുന്നി വോയിസ് നിങ്ങൾ കണ്ടാൽ ചോദ്യകർത്താവ് ആരാന്നുള്ളത് ആരാണ് ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്? എന്താണ് ഈ ചോദ്യകർത്താവിന്റെ ആവശ്യം? ചോദ്യത്തിന് സുന്നി വോയിസ് എന്താ മറുപടി പറഞ്ഞതാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ സുന്നത്ത് മാസിക എന്താ മറുപടി പറഞ്ഞതാണ് നോക്കേണ്ടത്. ചോദ്യകർത്താവിന് ചിലപ്പോൾ ചോദിക്കുന്ന സമയത്ത് പദങ്ങൾ തെറ്റിയെന്നും വരും. കാരണം അയാളൊരു സാധാരണ മനുഷ്യനാണ്. അപ്പൊ ഇതുപോലും മനസ്സിലാക്കാൻ, ഒരു ഫതാവിന്റെ സ്വഭാവം പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ ഒറ്റ ചിന്ത മാത്രം എ പി ഉസ്താദിന് എതിർക്കണം. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു സംഗതി ഇല്ല. ഇത് മെനക്കെട്ടപ്പോ എന്താ ചെയ്യാൻ കഴിയ? ഇനി വേറെ കാര്യം ചിന്തിച്ചോക്ക്. എ പി ഉസ്താദ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം അത് നന്നായി എന്ന് ഇവരാരെങ്കിലും പറഞ്ഞങ്ങൾ വിട്ടിട്ടുണ്ടോ? ഈ പ്രസംഗിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ മറുഭാഗത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, കാര്യം എന്തായിരുന്നാലും എ പി ഉസ്താദ് അച്ഛ ഇത് നന്നായി എന്ന് എന്തെങ്കിലും വിഷയത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ? എ പി ഉസ്താദ് എന്ത് ചെയ്താലും എതിർക്കും. മർക്കസ് തുടങ്ങിയോ സർക്കസാന്ന് പറഞ്ഞ് 1 കോടി രൂപന്റെ പദ്ധതിയാണ് അവർ. ആ 1 കോടി അന്ന് അങ്ങനെയാണ് ചിന്തിക്കുക. അന്നൊരു കോടി വലിയ, ഇന്ന് കോടിയൊന്നും വിഷയമൊന്നുമല്ല. ഇപ്പൊ നോളജ് സിറ്റി പറഞ്ഞപ്പോ 101 ഏക്കർ സ്ഥലമാണ് എടോ വാങ്ങിക്കുന്നത്. അവിടെ ഒന്നും നടക്കൂല, അവിടെ ഒരു കച്ചവടം ഉണ്ടാവില്ല. സിറ്റി എന്നൊക്കെ പേരിട്ടെങ്കിലും അത് ടൗണായി മാറൂല. അവിടെ എന്താ ഒരു യുനാനി മെഡിക്കൽ കോളേജാ ഉള്ളത്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്, യുനാനി മെഡിക്കൽ കോളേജെങ്കിലും ഉണ്ടാക്കാൻ
സ്ഥലം കിട്ടിയല്ലോ, ബാക്കി ഇൻഷാ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തുകൊള്ളും എന്നാണ് ആ വിഷയം പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്നാമതായിട്ട് ഒരു മനസ്സിലാക്കേണ്ട ഒറ്റ വിഷയം, ഇതൊരു ഇബാറത്ത്, കിതാബിന്റെ ഇബാറത്തല്ല, ഇതൊരു സാധാരണക്കാരനായ സായിലിന്റെ ഉദ്ധരണിയാണ്. അയാള് റഹ്മത്തുള്ളാഹിയോട് ചോദിച്ചു, ഒരു ഷഖ്സിന്റെ അരികത്ത് ഒരു മുടിയുണ്ട്. ഷഖ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു വ്യക്തി എന്നാണ് അതിന്റെ അർത്ഥം. നീ മലക്കോ എന്തോ ആവട്ടെ, ഒരു വ്യക്തി. ആ വ്യക്തി എന്നതല്ലാതെ അയാളൊരു പണ്ഡിതനാണെന്ന് ഇയാൾ അവകാശപ്പെടുന്നില്ല. ഞാനതാണെന്ന് പറഞ്ഞത്. അയാളൊരു സയ്യിദാണെന്ന് പറയുന്നില്ല, അയാളൊരു വലിയാന്ന് പറയുന്നില്ല, അയാളൊരു സത്യസന്ധനാന്ന് പറയുന്നില്ല. കിതാബിന്റെ ഉദ്ധരണിന്റെ ഇസ്തിലാഹ് ഇങ്ങോട്ട് വലിക്കുന്നത് നിങ്ങൾ കാര്യം ഒന്നുകൂടി ആലോചിക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോ ഇതൊരു ചോദ്യകർത്താവാണ്. ഇബ്നു ഹജറിന്റെതല്ല ഉദ്ധരണി, ഇബ്നു ഹജറിന്റെത് മറുപടിയാ. ആ ചോദ്യകർത്താവ് വന്നു, നമ്മുടെ നാട്ടിൽ മനുഷ്യനുണ്ട്, അയാളെ കയ്യിൽ റസൂലുള്ളാഹിന്റെ ഒരു മുടിയുണ്ട്. അതും അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഏത് ആളുകളെ ശ്രുതി അതാ. അപ്പൊ വലിയൊരു വാക്യാർത്ഥത്തിൽ മുടിയുണ്ട് നമ്മളൊക്കെ പറയും. ആരാ കൊടുത്ത്? ആർക്കാ ഓർമ്മയുള്ളൂ? എവിടുന്നാ കിട്ടിയത്? അറിയില്ല. ഞാൻ അവിടുത്തെ ഒരു വിദ്യാർത്ഥിയാണ്, എനിക്കറിയില്ല. വാക്യത്തിൽ 2 കൊല്ലം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ആ മുടി വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ട്. ആ വെള്ളം ബർക്കത്തിന് വേണ്ടി എന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പലരും ആ വെള്ളം വിറ്റിട്ട് 25,000 50,000 വാങ്ങിയിട്ടുമുണ്ട്. ഓലൊന്നും തൂത്താനിട്ടില്ല, ഓലൊക്കെ വിറ്റ് പൈസാക്കിയതാ. പക്ഷെ അവര് പറയോ ഈ മുടി ആരാണ് വലിയൊരു വാക്യാറുസാരിയത്തിൽ കൊടുത്തത്? ഞങ്ങൾ പറയും എ പി ഉസ്താദിന്റെ കൈവശത്തിൽ മുടിയെടുത്തത് ആരും റസൂലുള്ളാഹി മുടി കൊടുക്കാൻ ഏൽപ്പിച്ച ഹദ്റജ് ഗോത്രത്തിന്റെ തലവനായ അബൂ തൽഹത്തുൽ അൻസാരി എന്ന മഹാനവറുകളുടെ പരമ്പരയിൽപ്പെട്ട ആ ഗോത്രത്തിൽപ്പെട്ട ഒരു ഹദ്റജിയായ മഹാനാണ് എ പി ഉസ്താദിന്റെ കയ്യിൽ മുടി കൊടുത്ത്. നിങ്ങൾ പറയാൻ കഴിയോ വലിയൊരു വാക്യാർസാത്തിൽ മുടി ആരാ കൊടുത്തതെന്ന് പറയുന്നാൽ അടുത്ത വെള്ളിയാഴ്ച വന്നിട്ട് വാക്യാനുസാരിയത്ത് മാത്രമല്ല തൊട്ടടുത്ത് വേറെ ലത്തീഫിയ സ്ഥാപനമുണ്ട്. ആരാണ് ലത്തീഫിയ സ്ഥാപനത്തിൽ മുടി കൊടുത്തത്? ആർക്കറിയാൻ കഴിയും? പക്ഷേ നമ്മൾ കേൾക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്നാണ്. ആരംഭ റസൂലിന്റെ മുടിയെന്നാണ് നമ്മളെ കേൾക്കുന്നത്. നമുക്കത് മതി. ആരംഭ റസൂലിന്റെ മുടി എവിടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ നമ്മളത് ബഹുമാനിച്ചു. വാക്യാത്തിലെ മുടി നമ്മൾ ബഹുമാനപൂർവ്വം കണ്ടു. അത് വെള്ളത്തിൽ നിങ്ങൾ ചിന്തിച്ചൊക്കെ വാക്യാത്തിൽ എന്നൊക്കെ പറഞ്ഞ വലിയ ആലിമീങ്ങളുടെ സങ്കേതമാണത്. ഈ കേരളത്തിലെ ശംസുൽ ഉലമ മുതൽക്ക് ഈ കേരളത്തിൽ അറിയപ്പെട്ട മുഴുവൻ ആലിമീങ്ങളും വാക്യാത്ത് സാലിഹത്തിന്റെ സന്തതികളാണ്. അവർ മുഴുവനും ആ മുടിന്റെ വെള്ളം ബർക്കത്തിന് വേണ്ടി ഉപയോഗിച്ചവരാണ്. അവർക്കറിയോ വാക്യാത്ത് സാലിഹത്തിൽ മുടി ആരാ കൊടുത്തത്? പക്ഷെ അവർക്കറിയാം. ഇബ്നു ഹജർ തങ്ങളോട് ചോദിച്ചതുപോലെ ഒരു വ്യക്തിയാണ്, അയാളെ കയ്യിൽ റസൂലുള്ളാഹിന്റെ മുടിയുണ്ട്. ഈ ചോദ്യത്തിൽ നിങ്ങൾ ചിന്തിച്ചോ, ഇന്ന ശഖ്സിൽ ഒരു വ്യക്തിന്റെ അടുക്കൽ റസൂലുള്ളാഹിന്റെ മുടിയുണ്ടോ? ഈ വ്യക്തിക്ക് ആര് കൊടുത്തു എന്ന് അവിടെ പറയുന്നില്ല, ചോദ്യത്തിലില്ല. ഹദ്റജ് കൊടുത്തതാണെന്ന് പറഞ്ഞിട്ടില്ല, അബൂ തൽഹത്തുൽ അൻസാരിന്റെ പരമ്പരയുള്ള ആൾ കൊടുത്താന്ന് പറഞ്ഞിട്ടില്ല. ഒരു ശഖ്സിന്റെ അടുക്കൽ റസൂലുള്ളാഹിന്റെ മുടിയുണ്ട്. എന്നിട്ട് വന്നു കമാ അലാമാ കീല, അങ്ങനെയാണ് പറയപ്പെടുന്നത്. കീല എന്ന് പറഞ്ഞാലൊക്കെ അത് ആരെയും മൗട്ടാക്കിയത് കാര്യമൊന്നുമില്ല. പണ്ട് മുജാഹിദ് നമ്മൾ പറഞ്ഞു അത് കീലാണ്, സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു മുജാഹിദ് വിളിച്ചു, കീല സ്വീകരിക്കില്ലെങ്കിൽ കീല റുഹുൽ ജന്നത്തെ കാലയാലയത്തെ കൗമിയാലം ഒന്ന് ഖുർആൻ ഉണ്ടല്ലോ, ആ കീലയും സ്വീകരിക്കില്ല എന്ന് വെച്ചു. കീലാന്ന് സാധാരണ പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ പറയുന്നൊരു വാക്കാണിത്. കൗലും കീലൊന്ന് പറഞ്ഞിട്ടുണ്ട് ഉസ്താദെ, നിങ്ങൾ ആളുള്ളത് അഡ്രസ് ഉള്ളത് പറഞ്ഞാൽ മതി. ചില ആൾക്കാർക്ക് നല്ല വളവന്മാരുണ്ടായി ചോദ്യം ചോദിക്കുന്നത്, ഫോണിൽ ഇങ്ങനെ ചോദിക്കൂ. അപ്പൊ നിങ്ങളെ കൗലും കീലൊന്നും കേൾക്കണ്ട, കൗലും കീലേ എനിക്ക് കേൾക്കണ്ട. പിന്നെയോ ആളുള്ള അഡ്രസ്സുള്ള മറുപടി മാത്രം പറഞ്ഞാൽ മതി. ഇപ്പം മനുഷ്യന്മാരൊക്കെ നേർമുത്തേക്കാണ്, പഴയ കാലത്തെ പോലൊന്നല്ല. അപ്പൊ ഇത് അലേമാക്കീലാണ് ഇബ്നു ഹജർ തങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ പറയപ്പെടുന്നു റസൂലുള്ളാഹിന്റെ മുടി. അത് സായിലിന്റെ ഉദ്ധരണിയാണ്. ഒന്നെന്ന് നിങ്ങൾ ചിന്തിക്കണം, ഞാൻ കിട്ടുന്നില്ല. സായിലിന്റെ ഉദ്ധരണിനെ കൊണ്ടുപോയിട്ട് ഇമാം ഷാഫിന്റെ ഉദ്ധരണി ഞാൻ തെറ്റിദ്ധരിക്കരുത്. ആ ചോദ്യകർത്താവിന്റെ വാക്കാണത്. ആ ചോദ്യകർത്താവിന്റെ വാക്ക്, ആ മുടി അദ്ദേഹത്തിന്റെ സന്താനങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, മലക്കിന് മക്കളുണ്ടായാലും ഒടുങ്ങിക്കണോ? മലക്കാണ് കൈകാര്യം ചെയ്യുന്നതായിരുന്നു. ഒന്നും ചിന്തിച്ചിട്ടില്ല. ഒരു വ്യക്തിന്റെ അടുക്കൽ റസൂലുള്ളാഹിന്റെ മുടിയാന്ന് പറയപ്പെടുന്നു. ഒരു മുടിയുണ്ട്. ആ മുടി അദ്ദേഹത്തിന്റെ മക്കൾക്ക് ഓഹരി ചെയ്തെടുക്കാൻ പറ്റുന്നതാണോ?
അതിന് കിട്ടുന്ന കാശ് അവർക്ക് ഓഹരി ചെയ്തെടുക്കാൻ പറ്റുന്നതാണോ, അത് അവർക്ക് സ്വന്തമായി മീറാസ് അനന്തരാവകാശമായി ഉപയോഗിക്കാൻ പറ്റുന്നതാണോ തുടങ്ങിയ ചോദ്യമാണ്. അവിടെ ഇബ്നു ഹജർ അൽ-ഹൈതമി പറഞ്ഞ മറുപടി ആ വിഷയത്തെപ്പറ്റി ഒന്നും പരിഗണിക്കാതെ, ചോദ്യകർത്താവ് ആരാണെന്നതിൽ പോലും ചിന്തിക്കാതെ, സുഇല എന്ന ചോദ്യത്തിന് ഇബ്നു ഹജർ പറഞ്ഞ മറുപടി ശഅബത്തുൽ ശരീഫത്തുൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്നാണോ പറയപ്പെടുന്നത്? അത് വളരെ മഹത്വമുള്ള മുടിയാ. റസൂലിന്റെ മുടിയാണെന്നാണോ പറയപ്പെടുന്നത്? യാതൊരു സംശയമില്ല, ശരീഫത്തിന് വളരെ മഹത്വമുള്ളതാണ്. അതുകൊണ്ട് ആ മഹത്വത്തോടെ കാണണം. ഞാനൊരു വാക്ക് വളരെ വിനയത്തോടെ പറയുന്നു. എ.പി. ഉസ്താദ് ഒരാളോടും ഈ മുടി ഞങ്ങൾ ബഹുമാനിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ ആരംഭ റസൂലുള്ളാഹി നൽകിയ ഹദ്റത്ത് ഗോത്രത്തിന്റെ തലവൻ അദ്ദേഹത്തോട് അല്ലാഹു റസൂൽ നിർദ്ദേശിച്ചിട്ട് ഈ മുടി നിങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യണമെന്നോ, ആ പരമ്പരയിൽ നിന്നിട്ട്, ആ കുടുംബത്തിൽ നിന്നിട്ട്, ആ ഗോത്രത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇതിന്റെ വെള്ളം ഉപയോഗിക്കാം എന്നല്ലാതെ ആരെയും നിർബന്ധിക്കുന്ന പ്രശ്നം ഇവിടെയില്ല. ഇവിടെ യാതൊരു വിഷയവുമില്ല. നമ്മൾ ആ വെള്ളം നിങ്ങൾ വാങ്ങിക്കൊണ്ടുപോകണമെന്ന് എ.പി. ഉസ്താദ് ആരെയും നിർബന്ധിച്ചിട്ടില്ല. നല്ല ബോധ്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ആ വെള്ളം വാങ്ങിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ വെള്ളം മുടി ഉപയോഗിച്ച വെള്ളമാണ്, മുടിയിട്ട വെള്ളമാണെന്ന വിശ്വാസത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടാത്തവർക്ക് ഉപയോഗിക്കാതിരിക്കാം. ഒരു പ്രശ്നവും അതേ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ കോലാഹലങ്ങളും ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഒന്നും അതിന്റെ പേരിൽ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പെടുത്തുന്നു, ഇബ്നു ഹജർ അൽ-ഹൈതമിന്റെ മറുപടിയാണ്, ഇബ്നു ഹജർ അൽ-ഹൈതമിന്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ ഇബ്നു ഹജർ അൽ-ഹൈതമി മനസ്സിലാക്കി തന്ന മതവിധിയാണ് സുന്നത്തുമായത്തിന്റെ ആളുകൾ നമ്മൾ സ്വീകരിക്കുന്നത്. സുന്നത്തിന്റെ മുടിയുണ്ട് എന്ന നമ്മളോട് പറയപ്പെട്ടപ്പോ അത് ആ റസൂലുള്ളാഹി നേരിട്ട് വിതരണം ചെയ്ത ഹദ്റത്ത് ഗോത്രത്തിന്റെ തലവനായ അബൂ തൽഹത്തുൽ അൻസാരിയുടെ കുടുംബത്തിലാണ് ആ മുടിയുള്ളത്. അത് മതി നമ്മുടെ തെളിവിന്. ആ കുടുംബത്തിൽ നിന്നാണ് നമുക്ക് ആ സാധനം കിട്ടിയത്. അല്ലാഹുവിന്റെ റസൂൽ അന്ന് പറഞ്ഞതാണ്, നിങ്ങൾ കൊണ്ടുപോയി സൂക്ഷിക്കണമെന്നല്ലേ, ജനങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന്. രീതിയിൽ വിതരണം ചെയ്തതാണ് ആ കുടുംബത്തിലൊരംഗം. അതുകൊണ്ട് ആ മുടി നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയത്തിനും അവകാശം ഇല്ല. ഇല്ലാത്തവർക്ക് അത് ബർക്കത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഒരു കുഴപ്പമില്ല. ഉള്ളവർ നിങ്ങൾ ഉപയോഗിക്കണ്ട. പിന്നെ ആ മുടി അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നത് സനതുണ്ടായിട്ടാണ് പറഞ്ഞതൊക്കെ. ചിലർ പറഞ്ഞു പെണ്ണിന്റെ മുടിയാണ്, ചിലർ പറഞ്ഞു ആണിന്റെ മുടിയാണ്, ചിലർ പറഞ്ഞു മറ്റവന്റെ മുടിയാണ്. തെളിവുണ്ട് ഇത്. അതുകൊണ്ട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധമുള്ള മുഴുവൻ വസ്തുക്കൾക്കും പവറുണ്ട്. അത് ബഹുമാനത്തോടെ കാണേണ്ടതാണ്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഇതിനെ ആദ്യമായി എതിർത്തത് ഇബ്നു തൈമിയ്യ. യൂസുഫ് നബഹാനി പറഞ്ഞു, സനദില്ല എന്നും പറഞ്ഞിട്ട് ഈ മുടിനെ എതിർത്തത് ഇബ്നു തൈമിയ്യാണ്. അതേ യൂസുഫ് നബഹാനി കൃത്യമായി കാര്യം പറഞ്ഞു. കഴിഞ്ഞ കാലത്ത് 50 മുജ്തഹിദുകൾ ഈ മുടിനെ അംഗീകരിച്ചിട്ടുണ്ടോ ഞമ്മക്കറിയില്ല. കഴിഞ്ഞ കാലത്ത് 50 മുജ്തഹിദുകൾ ഈ മുടിനെ എതിർത്തിട്ടുണ്ടോ ഞമ്മക്കറിയില്ല. കഴിഞ്ഞ കാലത്ത് 50 മുജ്തഹിദുകൾ ഇതിന്റെ നേരെ സുക്കൂത്ത് പാലിച്ചതാണോ മൗനം പാലിച്ചതാണോ നമുക്കറിയില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്നാണ് പറയപ്പെടുന്നത്. ആ രീതിയിലാണ് ജനങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ മുടിയെ ബഹുമാനിക്കേണ്ടതാണ്. അതിനെ എതിർക്കണമെന്ന് പറഞ്ഞത് ഇബ്നു തൈമിയ്യയാണ് ആദ്യമായി. അതാ ഞാൻ പറഞ്ഞത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനക്കാർ ഒരിക്കലും ഇബ്നു തൈമിയ്യയുടെ ഒരു വാദം സ്വീകരിച്ചുകൊണ്ട്, ഇബ്നു തൈമിയ്യന്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നിർവാഹമില്ല. സമസ്ത പ്രവർത്തിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-ഹൈതമിയെ പോലത്തെ, ഇമാം നവവി തങ്ങളെ പോലത്തെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പോലത്തെ, ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മഹാന്മാരുടെ മാതൃകയാണ്. ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുന്നത്തുമായത്തിന്റെ പ്രവർത്തകന്മാരോട്, പ്രത്യേകിച്ച് ഈ നാട്ടുകാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ നേരത്തെ സയ്യിദുമാരെയും ആലിമീങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരായ ആളുകളാണ്. മുജാഹിദ് ഈ പ്രദേശത്തില്ല, ജമാഅത്തെ ഇസ്ലാമി ഇല്ല. ഇനി ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു കൽമഴതും ഉള്ള ഫലവുമല്ല. അതുകൊണ്ട് ആ സയ്യിദന്മാരെയും ആലിമീങ്ങളെയും ബഹുമാനിച്ച് ജീവിച്ചവരാണ്, ആദരിച്ച് കഴിഞ്ഞവരാണ്. ആ മാതൃക ഇനിയും തുടരണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാനും, ആരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും, ആ റസൂലുള്ളാഹിയുമായി ബന്ധമുള്ളതാണെന്ന് പറയപ്പെടുന്നതിനെ മുഴുവനും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അങ്ങ് ചിന്തിച്ചോ. ആരംഭ റസൂലുള്ളാഹിന്റെ അരികത്താ പോയി കിടക്കുന്നത്. മുടിയ റസൂലുള്ളാഹിന്റെ ശരീരമാണ്.
അല്ലാഹുവിന്റെ റസൂൽ മറവ് ചെയ്യപ്പെട്ട ഖബർ റൗളത്ത് ശരീഫ്. ആ ഖബറിനകത്ത് മറവ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ച മഹാനായ ഉമറുൽ ഫാറൂഖ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മഹത്തുക്കളെ ബഹുമാനിച്ചാളാ. പക്ഷേ മരം മുറിക്കാൻ വേണ്ടി ഉമറുൽ ഫാറൂഖ് പറഞ്ഞത്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തഫ്സീറിന്റെ മുഴുവൻ ഗ്രന്ഥങ്ങളിൽ കാണാം, അന്ന് ഇസ്ലാമിനെ പറ്റി കൂടുതൽ അറിയാത്ത ആളുകളുണ്ടാകും. അറിഞ്ഞവരാണ് സ്വഹാബിമാർ മുഴുവനും. പക്ഷേ കൂടുതൽ മനസ്സിലാക്കാത്ത ആളുകളുണ്ടാകും. അവര് ഈ മരത്തിലെ നേരത്തൊരു മരമുണ്ടായിരുന്നു, അവിടെ ബിംബാരാധനയായി അല്ലെങ്കിൽ ആരാധന നടത്തുന്ന ഒരു മരം. ആ മരം പോലെ ഇതിനെയും ആരാധിക്കപ്പെടുമോ എന്ന് സംശയിച്ചതിന്റെ പേരിലാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അത് മുറിച്ചത്. തഫ്സീറിന്റെ മുഴുവൻ കിതാബുകളിൽ കാണാം. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പറയാം. ആ ഉമറുൽ ഫാറൂഖ് റസൂലുള്ളാഹിന്റെ അരികത്താ കിടക്കുന്നത്. റൗളാ ശരീഫിൽ സിദ്ദീഖുൽ അക്ബറിന്റെ കൂടെ ഉമറുൽ ഫാറൂഖ് അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ചുകൊണ്ടാ. അങ്ങനെ ഏതെല്ലാം രൂപത്തിൽ അരികത്ത് ഖബറായിരുന്നാലും വിരോധമില്ല, വുദു എടുത്ത വെള്ളമായിരുന്നാലും വിരോധമില്ല, ആ റസൂലുള്ളാഹിനെ മുടിയായിരുന്നാലും വിരോധമില്ല. ആ റസൂലുള്ളാഹിയുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചവരാണ് ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങൾ മുതൽ സ്വഹാബിമാർ മുതൽ മഹാന്മാരായ ആളുകൾ മുഴുവനും. ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് മഹാന്മാരെയും മഹത്തുക്കളെയും മഹത്വമുള്ള വസ്തുക്കളെയും ആദരിക്കുന്നവരിൽ മാത്രം നമ്മൾ ഉൾപ്പെടുക. അതിനെ നിന്ദിക്കാനോ തള്ളിപ്പറയാനോ അതിനെ ആക്ഷേപിക്കാനോ നമ്മൾ തയ്യാറാകരുതെന്ന് മാത്രം ഈ പ്രദേശത്തുകാരോടും ഒരുമിച്ച് ഇവിടെ മുഴുവൻ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമായ ആരംഭ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവർ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ആ റസൂലുള്ളാഹിയുമായി ബന്ധമുള്ളതിനെ മുഴുവനും ബഹുമാനിക്കുന്നവർ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ആ റസൂലുള്ളാഹിന്റെ മാതൃക പിൻപറ്റാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ആ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗ്ഗലോകത്ത് ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. രോഗികളും പ്രയാസപ്പെടുന്നവരും വിഷമിക്കുന്നവരുമായ പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് റാഹത്തും സന്തോഷവും ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഇതിനുവേണ്ടി സഹകരിച്ച ഒരുപാട് പ്രവർത്തകന്മാരുണ്ട്. ദിവസങ്ങളോളം ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ചവരുണ്ട്. അല്ലാഹുവേ, നീ അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. നിങ്ങൾ ചിന്തിച്ചോ, ഒറ്റ വാക്കുകൂടി ഞാൻ പറയുന്നത്, ഈ സ്ഥാപനങ്ങളെയും സുന്നത്തുമായത്തിനെയും ഔലിയാക്കളെയും മഹാന്മാരെയും സ്നേഹിച്ചതിന്റെ പേരിലാണ്. ഈ നാട്ടിൽ നിങ്ങൾ ചിന്തിച്ചോക്ക് നല്ലൊരു സ്ഥാപനം നടത്തുന്നുണ്ട് അബ്ദുൽ മുസ്ലിയുടെയും ഈ പണ്ഡിതന്മാരൊക്കെ നേതൃത്വത്തിൽ 60ഓളം വിദ്യാർത്ഥികൾ അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ഭക്ഷണങ്ങളും സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് ഇവിടെ നല്ലൊരു വിദ്യാലയം, ഒരു ദീനീ സ്ഥാപനം നടത്തുകയാണ്. നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അത്തരം സ്ഥാപനങ്ങൾ നടത്താൻ, അത്തരം പ്രവർത്തനങ്ങൾ ദീനിന് ഉപകാരപ്രദമായ സുന്നത്തുമായത്തിന്റെ വളർച്ചയ്ക്കാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടത്. നമ്മൾ ആരെങ്കിലും ചീത്ത പറയാനോ ഏതെങ്കിലും ആളുകളെ ആക്ഷേപിക്കാനോ നമ്മുടെ അതിന്റെ ആവശ്യമില്ല. ഒരു തെറ്റിദ്ധാരണ വന്നപ്പോ അതൊന്ന് തിരുത്താൻ വേണ്ടി ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്നല്ലാതെ ഇനി ഇതിവിടെ തുടരേണ്ട ആവശ്യവുമില്ല. ഹദ്റബിൽ ഇങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് നടത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. നമുക്ക് ദീനിയായ പ്രവർത്തനങ്ങളാണ്. നമുക്കിവിടെ ദർസുണ്ട്, ഇവിടെ മനോഹരമായ പള്ളിയുണ്ട്, ഇവിടെ മദ്രസയുണ്ട്, മുജമ്മൽ നല്ല സ്ഥാപനം, 60ഓളം വിദ്യാർത്ഥികൾ പഠിച്ചു കൊടുക്കുന്ന സ്ഥാപനമുണ്ട്. അത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ട സഹായങ്ങളും ഒത്താശകളും ചെയ്യാൻ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്കതിന് വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. വൈകിപ്പോയെങ്കിൽ ക്ഷമ. അസ്സലാമു അലൈക്കും.